നമസ്കാരം. മലയാള ചങ്ങടിയിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള ഭാഷയെ അധികരിച്ചുള്ള ഒരു പരിപാടിയാണ് മലയാള ചങ്ങടി. ഭാഷാപരമായ പ്രത്യേകതകളും വാക്കുകളുടെ അർത്ഥങ്ങളും ഗാനങ്ങളും കവിതകളും എല്ലാം ഈ പരിപാടിക്ക് വിഷയമാണ്. പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഗണിത ശാസ്ത്രത്തിന് ലേൺ മാത്സ് ഈസി എന്നുള്ള ഒരു പരിശീലന കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെട്ട് പ്രത്യേകതരം ഗണിതശാസ്ത്ര പരിശീലനം നടത്തുന്ന ഒരു കോഴ്സാണ്. അതിൽ ചേരണമെന്ന് അറിയിക്കുന്നു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 2 വാക്കുകളാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത്. പലർക്കും അറിയാവുന്നതാവാം, പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് അറിഞ്ഞുകൂടാത്തതുമാവാം. അതിലാദ്യത്തെ ഒരു വാക്കാണ് ഊഴിയം. ഊഴിയം എന്ന് പറഞ്ഞാൽ കൂലി കൊടുക്കാതെ ജോലി ചെയ്യിക്കുന്ന ഒരു സമ്പ്രദായത്തിനാണ് ഊഴിയം എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്ത് ഭരണകർത്താക്കൾ താഴ്ന്ന ജാതിയിലുള്ള ആളുകളെ കൊണ്ട് അടിമപ്പണി ചെയ്യിച്ചിരുന്നു. അവർക്ക് വേതനവും കൊടുത്തിരുന്നില്ല. ഈ സമ്പ്രദായത്തെയാണ് ഊഴിയം വേല എന്ന് പറയുന്നത്. മഹാസൗധങ്ങളും കെട്ടിടങ്ങളും റോഡുകളുമെല്ലാം തന്നെ ഇങ്ങനെയുള്ള അധസ്ഥിതരായ അടിമകളെ കൊണ്ട് പണിതീർത്തവയാണ്. ഇതിനാണ് ഊഴിയം വേല എന്ന് പറയുന്നത്. അടുത്ത ഒരു വാക്ക് ഓലച്ചുരുണ. പണ്ട് കാലത്ത് കടലാസൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ മുമ്പ് കേരളത്തിൽ ആളുകൾ എഴുതിയിരുന്നത് പനയോലത്താളുകളിലാണ്. നാരായം കൊണ്ട്, എഴുത്താണി എന്ന് പറയും, ഇരുമ്പ് കൊണ്ടുള്ള നാരായം കൊണ്ടാണ് കാര്യങ്ങൾ എഴുതി സൂക്ഷിച്ചിരുന്നത്. അത് വരവ് ചെലവ് കണക്കുകളും കാര്യങ്ങളുമൊക്കെ കരിമ്പനയുടെ ഓലയിലാണ് എഴുതിയിരുന്നത്. ശാസ്ത്ര വിഷയങ്ങളും സാഹിത്യ ഗ്രന്ഥങ്ങളുമൊക്കെ തന്നെ കുടപ്പനയുടെ ഓലയിലാണ് എഴുതിയിരുന്നത്. ഈ പനയോലകൾ വെള്ളത്തിലിട്ട് കുതിർത്ത് ഉണക്കി ഒരേ അളവിൽ മുറിച്ച് ഒരേ വീതിയിൽ മുറിച്ച് എല്ലാം അടുക്കി വെച്ച് ഒരു സുഷിരമുണ്ടാക്കി അതിലൂടെ ഒരു ചരട് ഇട്ട് ഈ ഓല കെട്ടും. ഈ ഓലക്കെട്ടിന് പറയുന്ന പേരാണ് ഓലച്ചുരുണ. ഈ വാക്കുകൾ രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.